നടി ആക്രമിച്ച കേസിൽ അതിജീവിത വീണ്ടും ഹൈക്കോടതിയിൽ. മെമ്മറി കാർഡ് ചോർന്നതിൽ പുനരന്വേഷണം വേണമെന്ന ആവശ്യം. കേസ് അട്ടിമറിച്ചതിലും അന്വേഷണം വേണമെന്നും അതിജീവിത. സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷക വൃന്ദ ഗ്രോവറാണ് നടിക്കായി ഹർജി നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, പ്രധാനമായും അതിജീവിത ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? സുരേഷ്, നടി ആക്രമിച്ച കേസിലെ അതിജീവിത വീണ്ടും ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. മെമ്മറി കാർഡ് തുറന്ന് പരിശോധിച്ചതിൽ ഒരു പുനരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി നൽകിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളൊരു വാദവും ഈ ഹർജിയിൽ നടി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകയായിട്ടുള്ള വൃന്ദ ഗ്രോവർ മുഖേനയാണ് ഹൈക്കോടതിയിൽ അതിജീവിത ഹർജി നൽകിയിട്ടുള്ളത്. പ്രധാനമായിട്ടും നേരത്തെയുള്ള റിപ്പോർട്ട് അത് റദ്ദാക്കണം. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ SIT രൂപീകരിച്ച്, അതായത് പ്രത്യേക സംഘം രൂപീകരിച്ച് പുനരന്വേഷണം മെമ്മറി കാർഡ് ചോർന്ന വിഷയത്തിൽ നടത്തണമെന്നുള്ളതാണ് ഹർജിയിൽ പ്രധാനമായിട്ടും ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം. 2018 അതോടൊപ്പം തന്നെ 2018 2 തവണയും 2021 1 തവണയുമാണ് മെമ്മറി കാർഡ് തുറന്ന് പരിശോധിക്കപ്പെട്ടത്. അങ്കമാലി കോടതിയിലെ മജിസ്ട്രേറ്റ് ആയിരുന്ന ലീന റഷീദും അതോടൊപ്പം തന്നെ വിചാരണ കോടതിയിലെ ശിരസ്താദാർ, അതോടൊപ്പം ബെഞ്ച് ക്ലർക്ക്, അതായത് ജില്ലാ കോടതിയിലെ ബെഞ്ച് ക്ലർക്ക്, ഈ 3 പേരുമായിരുന്നു നേരത്തെ ഈ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായിട്ട് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ തന്നെ തുറന്ന് നോക്കിയത്. തുടർന്ന് അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജായിരുന്ന ഹണി എം വർഗീസ് നൽകുകയും ചെയ്തിരുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അത്തരത്തിലൊരു റിപ്പോർട്ട് അന്നത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജായിരുന്ന ഹണി എം വർഗീസ് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിൽ വിശ്വാസ്യത ഇല്ല എന്നുള്ളതാണ് അതിജീവിത പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് റദ്ദാക്കിക്കൊണ്ട് ഒരു പ്രത്യേക സംഘം ഇക്കാര്യത്തിൽ പുനരന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ളതാണ് നടിയുടെ ആവശ്യം. നേരത്തെ ഹണി എം വർഗീസിനെതിരെയും വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമായിട്ട് അതിജീവിത രംഗത്ത് വന്നിരുന്നു. വിചാരണ കോടതി ജഡ്ജിയായിരുന്നു ഹണി എം വർഗീസ്, അതായത് ഈ കേസിൽ വിധി പറഞ്ഞ ജഡ്ജിയായിരുന്നു ഹണി എം വർഗീസ്. എന്തായാലും കേസ് അട്ടിമറിക്കപ്പെട്ടുവെന്നും ഈ മെമ്മറി കാർഡ് തുറന്ന് പരിശോധിച്ച സംഭവത്തിൽ നേരത്തെയുള്ള അന്വേഷണം അത് കാര്യക്ഷമമായിരുന്നില്ല, അതിൽ വിശ്വാസ്യതയില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്നുള്ളതാണ് നടിയുടെ ആവശ്യം. സുരേഷ്, കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ആണ് വിശദാംശങ്ങൾ നൽകിയത്.